ഹായ് എവറിബഡി, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള W. ബീഡ്സിന്റെ ഒരു പോമാണ്. ഈ പോത്തിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൂൾ പാർക്ക് വിസിറ്റും അവിടെ വെച്ചിട്ടുള്ള വൈൽഡ് സ്വാൻസിനെ വാച്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. നമുക്ക് ആ പോത്തിലേക്ക് കിടന്നാലോ പെട്ടെന്ന് തന്നെ. അതിനു മുന്നേ ഇതിന്റെ ഡീറ്റെയിൽഡ് സമ്മറി, നോട്ട്സ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ noteBuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാം കിട്ടും. ഓക്കെ. The trees are in their autumn beauty. The woodland paths are dry. Under the October twilight, the water mirrors a still sky. Upon the brimming water among the stones are 950 swans. എന്താ കവിയുടെ പറയുന്നത്? ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ട്രീസ് ഒക്കെ എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഒരു നടപ്പാത, ഫോറസ്റ്റ് പാത്സ് ഒക്കെ എന്താണ് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണങ്ങി വരേണ്ടതാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഒക്ടോബർ മാസമാണ്. ആ ഒരു ഈവനിങ്ങിലെ ആ ഒരു ഡിം ലൈറ്റ് ഉണ്ടാവല്ലോ, ആ ഒരു ഡിം ലൈറ്റിൽ ആ വെള്ളമൊക്കെ എന്താണ് ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യാണ്. അതുപോലെ തന്നെ അതെങ്ങനെ ആ ഒരു വെള്ളമൊക്കെ ഭയങ്കര വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതിങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ട്, സ്കൈന്റെ റിഫ്ലക്റ്റ് ഉണ്ട്. അതിനാണ് അവിടെ കണ്ണാടി പോലെ എന്ന് പറയുന്നത്. കണ്ണാടി നമുക്ക് എന്താണ് ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലേ? അതുപോലെ തന്നെ പിന്നെ അതുപോലെ എന്താ പറയുന്നത്, ഓൺ ദി ഫുൾ വാട്ടർ നിയർ ദി സ്റ്റോൺസ്, കല്ലിന്റെ അടുത്തുള്ള ആ ഒരു വെള്ളത്തില് വെള്ളം നിറയെ ഉണ്ട് അല്ലെ, അവിടെ 59 സ്വാനുകൾ ഉണ്ട് എന്നാ പറയുന്നത്. സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംസ, ഇവിടെ കാണുന്ന ആ ഒരു ഫോട്ടോയിലുള്ളത്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട് എന്നാ പറയുന്നത്? 59 സ്വാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു നേച്ചുറൽ ആ ഒരു സീന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ആ ഒരു സീന് ബ്യൂട്ടിഫുള്ളി വർണ്ണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ കവി ഫസ്റ്റ് സ്റ്റാൻസയില്. The 19th autumn has come upon me since I first made my count. I saw before I had well finished, all suddenly mount and scatter while wheeling in great broken rings upon their clamorous wings. എന്താ പറഞ്ഞിട്ടുള്ളത്? കവി ആദ്യമായിട്ട് സ്വാനുകളെയൊക്കെ എണ്ണിയതിനു ശേഷം 19 ശരത്കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. 19 ഓട്ടം സീസണ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എണ്ണിത്തീരും മുൻപ് എന്താ പറയുന്നത്, ഈ സ്വാനുകളൊക്കെ പെട്ടെന്ന് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ കണ്ട എന്താണ് ഈ സ്വാനുകളൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരെന്താണ് വലുതായ വൃത്തങ്ങളിൽ ഇങ്ങനെ ചിതറി പറന്ന്, സ്കാറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിതറി പോവാന്ന്. അവരിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കൂല അല്ലെ, അതിങ്ങനെ എന്താണ് പാറി പറന്ന് നടക്കും. ചില സമയത്ത് ഇങ്ങനെ നീന്തി ഒഴുകി ഇങ്ങനെ പോവും. നല്ല രസമാണല്ലേ കാണാന്. അപ്പൊ എന്താണ് അവരുടെ ചിറകടിയുടെ ശബ്ദമൊക്കെ എന്താണ് വലിയ ശബ്ദമാണെന്നാണ് പറയുന്നത്. വലിയ ശബ്ദത്തോടെ എന്താണ് സ്കാറ്റർ ചെയ്തിട്ട് പറന്നു പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ പ്രോപ്പറായിട്ട് എണ്ണി നോക്കാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും അല്ലേ. അതായത് നമ്മൾ എണ്ണി തുടങ്ങുമ്പോഴത്തേന് അതെന്താണ് അത് കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും, അത് കുറച്ച് പറന്നിട്ടുണ്ടാവും. അങ്ങനെ കവി എണ്ണി തീർന്നിട്ട് എത്ര വർഷമായി എത്ര ഓട്ടം കഴിഞ്ഞു എന്നാ പറയുന്നത്? 19 ഓട്ടം സീസൺ കഴിഞ്ഞു എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. പോയിറ്റിന്റെ ജീവിതം കുറെ മുന്നോട്ട് പോയെങ്കിലും എന്താണ് സ്വാനുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് എന്നാ പറയുന്നത്. എപ്പോഴും ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞത്? 59 സ്വാൻ ഉണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. I have looked upon those brilliant creatures, and now my heart is sore. All has changed since I, hearing at twilight, the first time on this shore, the bell beat of their wings above my head, trod with a lighter tread. എന്താ പറയുന്നത്? കവി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വാൻസിനെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് കവിക്ക് ഒരു ഇമോഷണൽ പെയിൻ ഫീൽ ചെയ്യാണ്. കവിയുടെ ഹൃദയം എന്താണ് വേദനിക്കുന്ന പോലെ അല്ലെ. എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ് സിൻസ് ദെൻ, അന്ന് മുതൽ എന്താണ് എല്ലാം മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എപ്പോ മുതൽ? ആദ്യമായി അവിടെ വന്ന സമയത്ത് ആ ഒരു ചിറകുകളുടെ സംഗീത ശബ്ദം കേട്ടിട്ട്, ഹി ഹിയർഡ് ദ റിതമിക് സൗണ്ട് ഓഫ് വിങ്സ്, ആ ഒരു വിങ്സിന്റെ ശബ്ദം എന്താണ് ഭയങ്കര റിതമിക് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം എങ്ങനെയാണ് അദ്ദേഹം നടന്നു പോയിട്ടുള്ളത്? ഹി വാക്ക്ഡ് വിത്ത് യൂത്ത്ഫുൾ എനർജി, യുവത്വത്തിന്റെ എന്താണ് ലഘുവായിട്ടുള്ളൊരു നടപ്പായിരുന്നു അതിനുശേഷം. എന്താണ് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണല്ലേ പറയുന്നത് ഈ സ്വാൻസിനൊക്കെ കണ്ടതിന് ശേഷം. ഓർമ്മകളാണ് കവിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. ആ ഒരു പഴയ യുവത്വവും ഇന്നത്തെ ആ ഒരു ക്ഷീണവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമൊക്കെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. തനിക്ക് വയസ്സായിട്ടുണ്ട്, പക്ഷെ എന്താണ് സ്വാനുകൾ എന്താണ് ഇപ്പോഴും യുവത്വത്തിലാണെന്നൊക്കെയുള്ള ആ ഒരു ഇന്നർ മീനിങ് ആണ് ഇവിടെ കവി കാണിച്ചിട്ടുള്ളത്.
Unwearied still, lover by lover, they paddle in the cold, companionable streams or climb the air. എന്താ പറയുന്നത്? അവരെങ്ങനെയാണ് പോകുന്നത്? ക്ഷീണമില്ലാതെ ജോഡിയായിട്ടാണ് തണുത്ത വെള്ളത്തിൽ നീന്തുന്നത്. അതൊരുമിച്ച് നീന്തുകയോ പറക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്താണ്? ഒരുമിച്ചാണെന്നാ പറയുന്നത് അല്ലേ? Their hearts have not grown old. Passion or conquest wander where they will. Attend upon them still. എന്താ പറയുന്നത്? അവരിപ്പോഴും ഏജ്ഡ് ആയിട്ടില്ല, ഇമോഷണലി ഏജ്ഡ് ആയിട്ടില്ല, അവരുടെ ഹൃദയങ്ങൾക്ക് വയസ്സായിട്ടില്ല എന്നാണ് പറയുന്നത്. ലവ് ആൻഡ് ഫ്രീഡം ആണ് അവരെ ഗൈഡ് ചെയ്യുന്നത്, പ്രണയവും സ്വാതന്ത്ര്യമാണ് അവരെ നയിക്കുന്നത്. ആ ഒരു ക്വാളിറ്റീസ് അവരുടെ അടുത്ത് ഇപ്പോഴും എന്താണ് റിമെയിൻ ചെയ്യുന്നുണ്ട്, അവരോടൊപ്പം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് കവി. But now they drift on the still water, mysterious, beautiful. Among what treasures will they build? By what lake's edge or pool delight men's eye when I awake some day to find they have flown away? എന്താ കവി പറയുന്നത്? അവരിങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയാണ് ല്ലേ? ഇങ്ങനെ അകന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ട്, ഒരു മാജിക്കൽ ആൻഡ് ലവ്ലി, ഒരു ബ്യൂട്ടിഫുൾ, ഒരു എന്താ പറയാ, അവർക്കൊരു രഹസ്യ സൗന്ദര്യം ഉണ്ടെന്നാണ് കവി നോക്കിക്കാണുന്നത്. അവരിനി എവിടെയാണ് ജീവിക്കുക അടുത്തത്? അവിടെ എവിടെയായിരിക്കും അവര് പാർക്കുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെവിടെ ആയിരുന്നാലും അവരെന്താണ് ബാക്കിയുള്ള ആളുകളെ ആനന്ദിപ്പിക്കും, ബാക്കിയുള്ള കണ്ണുകളെ ആനന്ദിപ്പിക്കും. അതായത് അവർക്കൊക്കെ എന്താണ് ഇഷ്ടാവുംന്നാണ് പറയുന്നത്. ഏത് തടാകത്തിനരികിലായിരിക്കും ഇനി ഇവരെത്തുക എന്നുള്ളത് കവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം എന്താണ്, അടുത്ത തവണ വരുന്ന സമയത്ത് ഇവരെ എവിടെയായിരിക്കും എവിടെയായിരിക്കും കണ്ടെത്താൻ പറ്റുകന്നൊക്കെ കവിക്ക് ഇങ്ങനെ ടെൻഷനാണ്. അതായത് ഇവരെ നഷ്ടപ്പെടുവോ എന്നുള്ള ആ ഒരു ഭയമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണിത്. ഇതിൽ കുറേ ഇന്നർ മീനിങ്സ് ആണുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി കാര്യങ്ങളൊക്കെ നോക്കുക, അതിലാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നോക്കുക. അതുപോലെ തന്നെ ഇതിൽ കുറേ ഇമേജറി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.